ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 1-ാം വാരം തിങ്കൾ. വായിച്ചു കേൾക്കുന്നത് മാർക്കോയുടെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു നാട്ടിൽ ആടിനെ സ്ഥിരമായി മോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം നാട്ടുകാരുടെ പിടിയിൽ അകപ്പെടുന്നു. ശേഷം നാട്ടുകാർ അയാളുടെ കുപ്രസിദ്ധിയെ ശരിവെച്ചുകൊണ്ട് എസ് എന്ന അക്ഷരം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് എന്ന അക്ഷരം, അത് ഷീപ്പ്, ആടുകളെ മോഷ്ടിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ അത് അയാളുടെ നെറ്റിയിൽ പച്ചകുത്തി വയ്ക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. അയാൾക്ക് വലിയ വ്യത്യാസം, രൂപാന്തരീകരണം ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെ ആ മാറ്റത്തിന്റെ ഫലമായി അയാൾ പതിയെ നാട്ടുകാരെയൊക്കെ സഹായിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സ്നേഹത്തോടെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ പുതിയ തലമുറയിലെ കുട്ടികൾ അയാളുടെ നെറ്റിയിൽ പച്ചകുത്തിയിരുന്ന എസ് എന്ന അക്ഷരത്തെ ഷീപ്പ് എന്നല്ല വായിച്ചെടുത്തത്, സെയിന്റ് എന്നാണ് വായിച്ചെടുത്തത്. പിന്നീട് അയാൾ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനായി ജീവിച്ചു എന്നാണ് കഥ അവസാനിക്കുന്നത്. മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ച് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടാണ് ഈശോ സുവിശേഷ ഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പിന്നീട് തന്റെ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈശോ അവരെ അടുത്തേക്ക് ക്ഷണിക്കുന്നത്. ഈ ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ മനുഷ്യരെ പിടിക്കുന്നവരായി വലിയ ഉയരത്തിൽ എത്തിച്ചേരുന്നത്. അതിന് 3 കാര്യങ്ങൾ, 3 പ്രവൃത്തികൾ ഒരുമിച്ച് സംഭവിക്കണം എന്ന് ഞാൻ കരുതുന്നു. ആദ്യത്തത് ഈശോ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഉപേക്ഷിക്കൽ ജീവിതത്തിൽ സംഭവിക്കണം. ഈശോ വല ഉപേക്ഷിക്കാനായിട്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അവർ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പുതിയ ഒരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നത് എന്ന ബോധ്യം ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്നു. ഈ ഒരു ഉപേക്ഷിക്കൽ ഈശോ പാപിനിയായിട്ടുള്ള സ്ത്രീയോട് പറയുന്നുണ്ട്, എഴുന്നേൽക്കുക. ഈ എഴുന്നേൽക്കൽ തന്നെയാണ് ഈ ഉപേക്ഷിക്കുക എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുക. രണ്ടാമതായിട്ട് ഈശോ പറയുന്നത്, ഇങ്ങനെ പാപിനിയായിട്ടുള്ള സ്ത്രീയോട് പറയുന്നുണ്ട്, വീട്ടിലേക്ക് മടങ്ങിപ്പോവുക. ഈശോ പറയുന്നുണ്ട് ഈശോയോട് കൂടെ ആയിരിക്കുക എന്നുള്ളൊരു അവസ്ഥ. ഈ ഈശോയോട് കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതും വീട്ടിലായിരിക്കുക എന്ന് പറയുന്നതും അർത്ഥമാക്കുന്നത് ഒരാൾക്ക് ആയിരിക്കാൻ സാധിക്കുന്ന നന്മയുടെ തലത്തിൽ ആയിരിക്കുക, നന്മയുടെ അന്തരീക്ഷം നമ്മുടെ ചുറ്റും സൃഷ്ടിച്ചെടുക്കുക, ആ ലോകത്തിലായിരിക്കുക. അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈശോ പറയുന്ന രീതിയിൽ ജീവിതത്തെ ഉയർത്തി എടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് കൂടി ഈ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. ഒടുവിലായിട്ട് ഈ ആയിരിക്കുന്ന നന്മയുടെ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുക, ഒരിക്കലും പാപം ചെയ്യാതിരിക്കുക എന്ന് ഈശോ പാപിനിയായിട്ടുള്ള സ്ത്രീയോട് ആ അവസരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഈ മനുഷ്യരെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. മനുഷ്യരെ പിടിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഉയർന്ന ജീവിത നിലവാരം കൊണ്ട് അവരെ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഉന്നതിയിൽ എത്തിക്കുക എന്നൊരർത്ഥം കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഉന്നതി നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത്, സാധ്യമാകുന്നത് ഇങ്ങനെ നമ്മൾ വന്ന ഈ ഉയർന്ന അവസ്ഥയിൽ തന്നെ നിലനിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് അതിന് നമുക്ക് സാധ്യമാകുന്നത്. ഈശോ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല അവസരങ്ങളിലും അതിന് സാധിക്കാതെ വീണു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവർ ഈശോയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് മടങ്ങി വരുന്നത്. ഈശോ കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് ഉയർന്ന നിലയിലേക്ക് തങ്ങളുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു മാനസാന്തരം ഈ 3 തലങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കടത്തിവിടുമ്പോൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.